നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നന്ദിതയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കാനും ശിക്ഷിക്കാനും ഞാൻ ദൈവമൊന്നുമല്ലല്ലോ. എല്ലാ കാര്യത്തിലും ദൈവം നേരിട്ട് ഇടപെടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യാൻ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കൂടിയാ ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത്. വേദാന്തം കൊള്ളാം. നീ എന്താ കാവേരി നന്നാവാത്തത്? ഓ, ഇമേജ് ഉണ്ടാക്കാനാവൂ അല്ലേ? സർവസംഘ പരിത്യാഗിയായ ത്യാഗസീമ, എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭൂമിപുത്രി സീത. കഥയിലെ നായികയാവാനാവും നിന്റെ ഉദ്ദേശം അല്ലേ? ഒരിക്കലുമല്ല. ഈ കേസിൽ നന്ദിത മാത്രമല്ല പ്രതിയെന്ന് ബോധ്യമുള്ളതുകൊണ്ടാ ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. മനസ്സിലായില്ല. നന്ദിത ഒറ്റയ്ക്കല്ല അത് ചെയ്തത്. ഈ വീട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളും ഈ കേസിൽ പ്രതികളാ. എന്താ സംഭവിച്ചെന്ന് ഒരാളെങ്കിലും അറിയണം. ഇനി പറ, നന്ദിതയെ രക്ഷിക്കേണ്ടത് മാണിക്യമംഗലത്തുകാരുടെ പൊതു ആവശ്യമല്ലേ? ഒരിക്കലുമല്ല. നന്ദിതയെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. കാരണം പോലീസ് അവളെ എടുത്തിട്ടിടിക്കുമ്പോ അവള് വിളിച്ചു പറയാൻ പോകുന്നത് എന്റെയോ എന്റെ കൂടപ്പിറപ്പുകളുടെയോ പേരല്ല, മാണിക്യമംഗലത്തെ മരുമക്കളുടെ പേരാണ്. അതിന് മാണിക്യമംഗലത്തെ വിശ്വനാഥൻ എന്ത് നഷ്ടം? ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞില്ലേ. ആ ഒരു ദയെങ്കിലും എന്നോട് കാണിക്കണം. ഇല്ല, മാണിക്യമംഗലത്തെ പെണ്ണുങ്ങള് എന്റെ ഭാഗത്തുനിന്ന് ഒരു ദയയും പ്രതീക്ഷിക്കണ്ട. എന്താ ഇവിടെ മുൻ ഭാര്യയും മുൻ ഭർത്താവൂടെ? എന്റെ കണ്ണൊന്ന് തെറ്റാൻ നോക്കി നിൽക്കായിരുന്നല്ലേ? അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് കാണിക്കല്ലേ? ഞാൻ പറയുന്നതാണ് കുറ്റം. ഞാൻ എന്തോ കാണിച്ചതാ? ഒന്നും കാണിച്ചില്ലേ? നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ നീയാണ് ഇതിനൊക്കെ കൂട്ടുവെക്കുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? വേഷം കെട്ടിറക്കരുത്. ഇതുപോലെ ഒരുപാട് അഭ്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാ. ഇയാൾ എന്തോ ഈ പറയുന്നേ? എനിക്കറിയത്തില്ല. അറിയത്തില്ലെന്നോ? നാഗവല്ലി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ മാനം മര്യാദയ്ക്ക് വളർത്തിക്കോണം. ഇങ്ങനെ മാനം മര്യാദയ്ക്ക് ഇപ്പൊ എന്താ പറ്റിയത്? എന്ത് പറ്റിയെന്നാ? ഞാനിപ്പോ വന്നില്ലെങ്കിൽ കാണാറുണ്ട്. ഇയാളും എന്റെ ഭാര്യയും കൂടെ. ഞാനതെങ്ങനെ പറയും? പറ കേക്കട്ടെ. ഇവിടെ എന്തോ ഇതിന് മാത്രം നടന്നത്? വേണ്ട, ആരും ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ? അല്ല നാഗവല്ലി, ഞാൻ മിണ്ടിപ്പോരുത്. നിങ്ങൾക്ക് പഴയ ഭാര്യ മതിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വേഷം കെട്ടിച്ചത്? ചതിക്കാൻ, അല്ലാതെന്തിനാ? അപ്പൊ ചതിയാൻ നിങ്ങൾക്ക് അറിയാല്ലേ? ഞാൻ അറിഞ്ഞതുകൊണ്ട് എന്താ കാര്യം? ചതിച്ചത് ഞാനും നീ ഒന്നും അല്ലല്ലോ. നമ്മള് ചതിക്കപ്പെട്ടവരല്ലേ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇതിലെ കൂടുതൽ ഇനി എന്താ തെളിച്ച് പറയേണ്ടത്? എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ദേ പെണ്ണുപിള്ളേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പണ്ട് ഇയാൾ നിങ്ങളുടെ ഭർത്താവായിരുന്നുള്ളത് സത്യമാ. പക്ഷെ ആ അധികാരം വെച്ചുകൊണ്ട് ഇനി മേലാൽ ഇയാളോട് കൊഞ്ചാനും കുഴയാനും ചെല്ലുന്നത് ഞാൻ കണ്ട എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. നീ അങ്ങനെ കയറി മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു കൈ മാത്രം കൊട്ടിയ ശബ്ദം കേൾക്കത്തില്ല. രണ്ട് ഭാഗത്തും ഉണ്ട് തെറ്റ്. നിന്റെ ഭർത്താവിനെ അത് നീ നോക്കിക്കോണം. എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കണം. അതെ, എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. ഇനി മേലിൽ ഇവരെ ഒരുമിച്ച് കണ്ടാൽ
ഞാൻ ഇങ്ങനെ ആവില്ല റിയാക്ട് ചെയ്യുന്നത്. ആ, അത് നീ എന്താ പുല്ല് വേണേലും ചെയ്. എന്റെ ഭാര്യയെ കറക്കെടുത്തിട്ട് ഇപ്പൊ ന്യായം പറയാൻ വന്നിരിക്കുന്ന മാനം മര്യാദയ്ക്ക് മനുഷ്യനോട് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ കാവേരി വാ. ഇനി മേലിൽ ഇതുപോലുള്ള ആഭാസന്മാരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടാൽ കാവേരി, നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ ആളുകളാണോ ഇവരൊക്കെ? വാ വാ. സന്തോഷായല്ലോ വല്ല പാണ്ടിയുടെ വായിലിരിക്കുന്നത് വാങ്ങിച്ചു കൂട്ടിയപ്പോ. മനുഷ്യ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേലാൽ ഇമാതിരി പരിപാടി കാണിച്ചാലുണ്ടല്ലോ. എന്റെ നാഗവല്ലി, ഞാൻ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതാണോ അയാൾ ഏതാണ്ടൊക്കെ കണ്ടെന്ന് പറഞ്ഞത്? അയാൾ ചുമ്മാ പറയുന്നതാ, കുടുംബകലക്കി. പഴയ ഭാര്യയെ കാണുമ്പോൾ ഇങ്ങനെ ഇളകാനും ശൃംഗരിക്കാനാണ് ഉദ്ദേശം എങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും, പറഞ്ഞേക്കാം. നാഗവല്ലി, അറിയാലോ എന്നെ വെറുപ്പിച്ചാ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. അടപടലം പൂട്ടിക്കളയും ഞാൻ. അപ്പൊ കഥ വേറെ റൂട്ടിലാണല്ലേ? കൈ വിടടോ. ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ഓവറാക്കുന്നോ? എന്റെ പൊന്നു ചേച്ചി, മനഃപൂർവ്വം ഓവറാക്കിയതല്ല. സാഹചര്യം അതായിപ്പോയി. ചേച്ചി അയാളുടെ മുന്നിൽ ചമ്മി നാറി നിൽക്കുന്ന കണ്ടപ്പോ അവിടെ നിന്ന് ഊരിക്കൊണ്ടുപോകാൻ വേറെ വഴിയില്ലായിരുന്നു. അതിനു വേണ്ടി ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? പിന്നെ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റൂ? അഭിനയമാണെന്ന് നമുക്കല്ലേ അറിയൂ. അതിനൊരു നാച്ചുറാലിറ്റി ഒക്കെ വേണ്ടേ? അത്രയ്ക്ക് നാച്ചുറാലിറ്റി ഒന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഇനി ഞാൻ ഒന്നിലും ഇടപെടാൻ വരുന്നില്ല. പോരെ? പോരാ, ഇടപെടണം. പക്ഷെ അത് ഞാൻ പറയുമ്പോ മാത്രം. ഓ, ഞാൻ എന്തിനാ വിശ്വട്ടിനെ കാണാൻ പോയെന്ന് നിങ്ങൾക്കറിയോ? അറിയാം. നന്ദിതയെ പുറത്തിറക്കണമെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ? അതെ. അതിന് അയാളുടെ കാല് പിടിക്കണോ? വേറെ വഴിയൊന്നും ഞാൻ കണ്ടില്ല. എന്താ, ജനനി വക്കീല് കൈ ഒഴിഞ്ഞോ? ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി അഭ്യാസമല്ലേ ആ നന്ദിതയെ മൈഥിലി ഇവിടെ കിടന്ന് കാണിച്ചത്. എന്ന് വെച്ച് ഒരു ആപത്ത് വരുമ്പോ നമ്മളെ തള്ളി പറയാണോ വേണ്ടത്? ചേച്ചി അവര് തള്ളി പറഞ്ഞില്ലേ, പിന്നെന്താ? അതെന്റെ വിഷയമല്ല. അതറിയാവുന്നത് കൊണ്ടല്ലേ നന്ദിതയെ പുറത്തിറക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തത്. എന്താ എന്താ പറഞ്ഞേ? നന്ദിതയെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഞാൻ പുറത്തിറക്കുമെന്ന്. എനിക്കിത് വിശ്വസിക്കാവോ? വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ എന്നെ കൂടെ കൂട്ടിയത്. പിന്നെന്താ ഇപ്പൊ ഒരു സംശയം? സംശയമൊന്നുമില്ല, വിശ്വാസ. പക്ഷേ ആ എസ് ഐ ആളത്ര നല്ല പുള്ളിയൊന്നും അല്ല. അതറിയാം. പക്ഷെ അവൻ ചലിക്കില്ല. അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്നോടൊരു വാക്കുപോലും പറയാതെ എന്തിനാ പറയുന്നേ? കാര്യം നടന്നാ പോരെ? കരീംബായ്, നന്ദി പറയാനാണെങ്കിൽ വേണ്ട. നിങ്ങളെപ്പോലൊരു നല്ല സ്ത്രീക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ലല്ലോ. നേരെത്രയായില്ലേ? ഈ ചെക്കനിത് എവിടെ പോയി കിടക്കുക? മനസമാധാനം പോയി എന്ന് പറഞ്ഞാ മതിയല്ലോ. സുനീഷേട്ടൻ ഇങ്ങ് വരും. അപ്പച്ചി ഇങ്ങനെ വിഷമിക്കാതെ.
അയ്യോ മോനെ സുനീഷേ, എന്നാരും പിടിക്കണ്ട. മോനെ. അയ്യോ കൊച്ചേട്ടാ, എന്താ പറ്റിയേ? എന്തോ പറ്റാനാ? മൂക്കറ്റം കുടിച്ച് വഴി കിടക്കുക. അയ്യോ പട്ടി വായി മുള്ളണ്ടെന്ന് വിചാരിച്ച് എടുത്തോണ്ട് വന്നതാ. എന്നൊക്കെ പറഞ്ഞാല് എന്റെ അനന്തരവനായി പോയില്ലേ. മോനെ. ഇങ്ങനെ പോയാ അധികം താമസിയാതെ എന്റെ മൂക്ക് ഭർത്താവ് ഉണ്ടാവില്ല. മോനെ. മോനെ. നീ ഒറ്റ ഒരാളാ ഈ കുടുംബം തകർത്തത്. നീ അനുഭവിക്കൂടി, നോക്കിക്കോ. മോനെ. സുനീഷേ. സുനീഷേട്ടാ, തൊട്ടു പോകരുത് അവനെ. നീ എല്ലാം കൂടെ ചേർന്ന എന്റെ മോനെ ഈ പരിവത്തിലാക്കിയത്. സുനീഷേട്ടൻ എന്താ കണ്ടില്ലേ? എന്താത് വലിയ സുഖവിവരമൊന്നും ആരും അന്വേഷിക്കാൻ നിൽക്കണ്ട. മോനെ.